നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടേക്കാണ് പോകണമെന്നല്ലേ, ഇന്നൊരു ഇഫ്താർ മീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ചുളുവിൽ കൂടെ നമ്മൾ വേറൊരു സംഭവം കൂടി ഇന്ന് നടത്തുന്നുണ്ട്. എന്താണ് ആ സംഭവം നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആരൊക്കെ പോയോണ്ടിരിക്കണം നിങ്ങൾ കണ്ടില്ലേ? അമ്മ ഉണ്ട്, ഞാൻ ഉണ്ട്, പിന്നെ ഷീനുണ്ട്, ഷെരീഫുണ്ട്, പിന്നെ കുട്ടിപ്പട്ടാളംസ് എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് റഫിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ റഫിനെ അതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ MLTക്ക് പഠിച്ചിരുന്ന ഫ്രണ്ടാണ് കേട്ടോ. ഗൈസ്, ഇവിടെ ഒരാൾ മുടി കെട്ടിയത് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഇടഞ്ഞിരിക്കുന്നു ഗൈസ്. ഇത് വൈറലായ ഇഷ്യൂ. ഈ മുടി കെട്ടിയതിന് എന്താണ് ഗൈസ് പ്രോബ്ലം? ഇതിപ്പോൾ അവളെ ഇളക്കിയിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഈ കോസ്റ്റ്യൂമിന് പറ്റിയ ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷേ അവൾക്കത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇടഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഗൈസ്, നമ്മളപ്പോൾ റഫിയുടെ വീട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഇഫ്താർ മീറ്റിന് പോകുന്നത്. ആരുമില്ല ഗൈസ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇഫ്താർ മീറ്റിന്. വേറെ ആരുമില്ല ഗൈസ്. ഇതിലും ഗതികെട്ട ഇഫ്താർ മീറ്റ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. നമ്മളെ ഷിഫ്റ്റ് ആബി ഉണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിക്കാൻ പോവാണ് ഇൻഷാ അല്ലാ. എന്താണ്ടി എനിക്കൊന്ന് പറയാല്ലേ? പോണോക്ക്. നമ്മളിപ്പോൾ ഈ ഇഫ്താർ മീറ്റ് എവിടെ കണ്ടക്ട് ചെയ്തിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കഫേയിൽ വെച്ചിട്ടാണ് കേട്ടോ. ചാവക്കാടുള്ള ക്രംസ് കഫേ എന്ന് പറയും. ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഈ കഫേ വരുന്നത്. ഇതിൻ്റെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. വൈബ് എന്ന് പറഞ്ഞാൽ വൈബ്, ജാതി വൈബ് ഗൈസ്. ഒരു പീസ് കേക്കും വെച്ചിട്ട് ഈ ചെക്കൻ കാട്ടിക്കൂട്ടുന്ന ലുൽമ കുറച്ചൊന്നുമല്ല കേട്ടോ ഗൈസ്. ഇനി ഇവനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു കേക്ക് ഒരു തുണ്ടം പോലും തിന്നാൻ കിട്ടില്ല എന്ന് മനസ്സിലായ കാരണം കൊണ്ട് തന്നെ കേക്കിനെ ഞങ്ങൾ സേഫ് ആക്കിയിട്ട് നീക്കിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല, അത് ഇതായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഇസുട്ടിന് 6 മാസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസത്തിലൊരു കേക്ക് മുറിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാന്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വൈബുള്ള സ്ഥലത്തേക്ക് വരുന്ന സ്ഥിതിക്ക് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് ചുള്ളിൽ നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് കഴിഞ്ഞു കേട്ടോ. നോമ്പറക്കണു. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തുമ്പോൾ ഒരു 5:30 സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഞങ്ങളിവിടെ ഫുൾ അടിച്ച് പൊളിച്ച് ബീച്ചിലൊക്കെ പോയി നല്ല എൻജോയ് ചെയ്തിട്ട് വന്ന് ഇപ്പോൾ സമയം ഒരു 6:30 സമയമായിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ എല്ലാ ഫുഡും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് തുടങ്ങി. കട്ട് ചെയ്ത കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു റാപ്പായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്, ചിക്കൻ റാപ്പായിരുന്നു. ശരിക്കും വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് തന്നെ കേട്ടോ ഗൈസ്. അപ്പുറത്ത് ബീച്ച് ബാക്കിൽ കാണുന്നതൊക്കെ ബീച്ചാണ്. ഞങ്ങളിത് അവിടെ ഇരുന്നിട്ട് എന്താ പറയുക, നല്ല സെറ്റായിട്ട് നോമ്പ് തുറക്കുക എന്ന് പറയണത് നല്ല ശരിക്കും ആ നോമ്പിൻ്റെ ക്ഷീണം തന്നെ മറന്ന പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർ ജ്യൂസായിട്ടൊരു വെറൈറ്റി സാധനം കേട്ടോ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കുന്നത്. ഇതിൽ മിക്സഡ് ഫ്രൂട്ടാന്ന് തോന്നുന്നു, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് ഞങ്ങൾ ബീച്ചിലേക്ക് വീണ്ടും വരികയാണ് കേട്ടോ. കുറച്ചൊക്കെ ഇരുട്ടി തുടങ്ങിയേക്കണം കേട്ടോ. ഈ സമയത്ത് ബീച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമായിരുന്നു കേട്ടോ. നമുക്ക് പ്രിയപ്പെട്ടവർ മാത്രം, അധികം തിരക്കൊന്നും ഇല്ലാതെ. ശരിക്കും പറഞ്ഞാൽ കുറേ പേരിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ബീച്ചിൽ പോയി നോമ്പ് തുറക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്കും ഇതുപോലെ പോകണം അങ്ങനെയൊക്കെ കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ കഫേയുടെ ഒരു ഭംഗി നോക്കിയാൽ വീഡിയോയിൽ കാണുന്നല്ല കേട്ടോ, ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ വേറൊരു ഭംഗിയാണ്. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരു ഏറുമാടൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അങ്ങനെ ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷം. അങ്ങനെ കുറേ മതിച്ച ശേഷം ഭയങ്കര ക്ഷീണിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് കഴിക്കാനുള്ള വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ നമുക്ക് മന്തി, നല്ല അൽഫാം മന്തി ആയിരുന്നു കേട്ടോ, ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കൂട്ടാ. അങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് കഴിക്കാൻ നല്ല രസമായിരുന്നു. മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കോഫി കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ആകെ ടയേർഡായ കാരണം കൊണ്ട് വേഗം കുടിച്ചിട്ട് വീട്ടിൽ പോകണം എന്നുള്ള, പിന്നെ ഇരുട്ടായി തുടങ്ങി നല്ലോണം. വീട്ടിലേക്ക് പോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവരവർ വീട്ടിൽ പോയി. അത്രയേ ഉള്ളൂ. ബൈ ബൈ.